ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടനയുടെ 176 അനുച്ഛേദ പ്രകാരം ഒരു അനിവാര്യതയാണ്. അത് മുഖ്യമന്ത്രി ആരായാലും ശരിയാണ്, ഗവർണർ ആര് തന്നെ ആയാലും ശരിയാണ്. നിയമസഭയുടെ ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തെ ഗവർണർ അഭിസംബോധന ചെയ്യണം എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. പക്ഷേ ഗവർണർക്ക് തന്നിഷ്ടപ്രകാരമുള്ള ഒരു പ്രസംഗം നടത്താൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന ഒരു പ്രസംഗം അവിടെ വായിക്കുന്ന ജോലിയേ ഉള്ളൂ. പലപ്പോഴും ഈ സർക്കാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഗവർണർക്ക് ഹിതകരമായിരിക്കണം എന്നില്ല. എന്നാലും ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് അദ്ദേഹം അത് അവിടെ വായിക്കും. ഇത് വായിക്കുന്ന സമയത്ത് മാത്രമല്ല, കൊച്ചു വെളുപ്പാൻ കാലത്ത് മിക്കവാറും MLA-മാർ ഉറങ്ങിപ്പോകും എന്നുള്ളൊരു സത്യമാണ്. കാരണം കാളമൂത്രം പോലെ ഇങ്ങനെ എഴുതി കൊടുക്കും. കേരള സർക്കാർ ഇതുവരെ ചെയ്ത വലിയ വലിയ ഭരണ നേട്ടങ്ങൾ, അല്ലെങ്കിൽ രാജ്യ പുരോഗതി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളി, പിന്നെ കേന്ദ്രത്തിൻ്റെ പല കുളറായ്മകൾ, മറ്റ് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഇനി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് വികസന പരിപാടികൾ, ഇങ്ങനെ ഒരുപാട് മണ്ടത്തരം അതിനകത്ത് എഴുതി കൊടുക്കും. ഗവർണർ ഇത് മുഴുവനും അവിടെ നിന്ന് വായിക്കും. ഇത് എഴുതി കൊടുത്തവർ ശ്രദ്ധിക്കില്ല, വായിക്കുന്നവർ ശ്രദ്ധിക്കില്ല, മാധ്യമങ്ങൾ ശ്രദ്ധിക്കില്ല, ആരും ശ്രദ്ധിക്കില്ല. പിന്നീട് ഇതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് പോയിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചടങ്ങാണ്, അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഇതിനില്ല. ഇത് എല്ലാ വർഷവും ആദ്യത്തെ സമ്മേളനത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. പിന്നെ 5 കൊല്ലത്തിലൊരിക്കൽ പുതിയ സർക്കാർ അധികാരം ഏൽക്കുമ്പോഴും ഇത് ആവർത്തിക്കും. പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം രണ്ടാമത് പുതിയതായിട്ട് വായിക്കും. പാർലമെൻറ്റിലും ഇതേ ചടങ്ങ് തന്നെയുണ്ട്. അവിടെ മെമ്പർമാർ ഉറങ്ങുക തന്നെയാണ് പതിവ്. അവിടെ നയപ്രഖ്യാപനം വായിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് മാത്രം. ഇപ്പോൾ കേരളത്തിലും ഈ ചടങ്ങ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റിപ്പബ്ലിക് അതിന് ശേഷം 1950 മുതൽക്ക് മുടങ്ങാതെ നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ പ്രതിപക്ഷക്കാർ ബഹളമുണ്ടാക്കും, ചിലപ്പോൾ ഗവർണറെ തടയും, ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കും, ചിലപ്പോൾ കൂവും. അങ്ങനെയൊക്കെ പതിവുണ്ട്. ഗവർണറായിരുന്ന വാഞ്ചുവിനെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ 6 അംഗങ്ങൾ ചേർന്ന് ശാരീരികമായിട്ട് ഉപദ്രവിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. 74-ലാണ് എന്നെനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 73-ലായിരിക്കും. അങ്ങനെയുള്ള ശബ്ദായമാനമായ അല്ലെങ്കിൽ അക്രമാസക്തമായ രംഗങ്ങൾ വരെ നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഗവർണർക്ക് മുഖ്യമന്ത്രി എഴുതി കൊടുത്ത പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിച്ച ഗവർണർമാരുണ്ടായിട്ടുണ്ട്. സുഖദേവ് സിംഗ് കാങ് എന്ന് പറഞ്ഞ ഒരു ഗവർണറുള്ളപ്പോൾ അദ്ദേഹം ആർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ നോമിനിയായിട്ട് ഗവർണറായിട്ട് വന്ന ആളാണ്. ഈ ദേശീയ മുന്നണി കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് AK ആന്റണി ഭരിക്കുന്ന സർക്കാർ 2001 അധികാരത്തിൽ വന്ന് നയപ്രഖ്യാപനം എഴുതി കൊടുത്തു. അതിൽ മുൻ സർക്കാരിനെക്കുറിച്ച്, അതായത് നയനാരുടെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞ അഭിനന്ദനപരമല്ലാത്ത പരാമർശങ്ങൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് വായിച്ചത്. അത് ഗവർണർക്ക് മുൻ മുഖ്യമന്ത്രിയോടുള്ള ഒരു ആദരസൂചകമായിട്ട് ചെയ്താണ് എന്ന് വെച്ചോളൂ. പലപ്പോഴും ഗവർണർമാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പശ്ചിമ ബംഗാളിലെ ഗവർണർ എന്ന ധരംവീര എന്ന് പറഞ്ഞൊരു പുങ്കവനാണ് ഈ പരിപാടി തുടങ്ങി വെച്ചത്. പിന്നീട് പലരും ഇത് ആവർത്തിച്ചു എന്ന് മാത്രമേ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഈ പ്രഖ്യാപനം വായിക്കുന്നതിന് മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങളോടും എനിക്ക് വിയോജിപ്പാണുള്ളത്, എന്നാലും സർക്കാർ എഴുതി തന്നുകൊണ്ട് ഞാൻ വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഗവർണർ ഒരു കൈ കൂടി കയറി കളിച്ചു. അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുത്തപ്പോൾ പൂച്ചെണ്ട് പുള്ളി വാങ്ങിച്ചു കയ്യിൽ. പക്ഷേ മുഖ്യൻ്റെ മുഖത്തേക്ക് വയ്ക്കില്ല, മുഖ്യനും മുഖത്തേക്ക് വയ്ക്കില്ല. ഒരാൾ വടക്കോട്ട് നോക്കിയപ്പോൾ മറ്റേ കിഴക്കോട്ട് നോക്കി. അങ്ങനെ വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹം നിയമസഭയിൽ പ്രവേശിച്ചു. അദ്ദേഹം മൈക്ക് നേരെയാക്കി മുരടാനക്കി ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന രീതിയിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ നയപ്രഖ്യാപനത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ചു. അത് മേശപ്പുറത്ത് വെച്ച് പുള്ളി മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങിപ്പോയി. അത് കണ്ട് ആ ഷംസീർ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ യൂട്യൂബിലൊന്ന് കാണണം. എന്താണ് അത്? മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം എല്ലാവരും സ്തബ്ധരായി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നലില്ല ഇതൊന്നും കണ്ട സ്തംഭിക്കുന്നവരൊന്നുമല്ല നമ്മുടെ ജനനേതാക്കൾ. ഏതായാലും ഈ നിയമസഭയിലിരുന്ന് ഉറങ്ങിക്കളയാം എന്ന് വിചാരിച്ചു വന്ന മെമ്പർമാർ മൊത്തം നിരാശരായി. ഗവർണർ ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവർ ഈ പ്രസംഗം കേട്ട് ഉറങ്ങാമെന്ന് അയച്ചു പോകുന്നതാണ്. ഗവർണർ ഈ പ്രഖ്യാപനം വളരെ നേരത്തെ വായിച്ച് തീർത്ത്, അല്ലെങ്കിൽ വായിക്കാതെ തീർത്ത് എഴുന്നേറ്റ് പോയപ്പോൾ മാന്യ അംഗങ്ങൾക്ക് ഉറങ്ങാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അത് സഭയോടുള്ള അവഹേളനമാണ് എന്നാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സകല മെമ്പർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇനി നിയമസഭയുടെ അവകാശ ലംഘനമായിട്ട് വരെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്തുവാട്ടെ, ഇതിനു മുമ്പ് ഇതുപോലെ ഗവർണർമാർ വായിക്കാതെ പോയിട്ടുണ്ട്. വായിക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോയതാണ്.
1981 ജനുവരിയിൽ കരുണാകരൻ്റെ കാസ്റ്റിംഗ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അദ്ദേഹം വളരെ ഗംഭീരമായൊരു പ്രസംഗം എഴുതി അന്നത്തെ ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെ കയ്യിൽ കൊടുത്തു. വെങ്കടാചലം ഇത് വായിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് രാജ്ഭവനിലിരുന്ന് വായിച്ച് റിഹേഴ്സ് ചെയ്ത് നിയമസഭയിൽ വന്നു. പക്ഷേ ഒരു വാചകം പോലും വായിക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും CPM-കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഗവർണർക്ക് ഒരക്ഷരം പോലും വായിക്കാൻ പറ്റാതെ അവരത് മേശപ്പുറത്തിട്ടിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെയുള്ള സംഭവം നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിട്ട് ഇത്തവണ ഓടിക്കളയേണ്ട വന്നില്ല. അദ്ദേഹം സ്വയം പിന്മാറുകയാണ് ഉണ്ടായത്. ഗവർണറെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയില്ല. കാരണം കേരളത്തിൽ പല ഗവർണർമാരും മന്ത്രിമാരുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട്. EMS-ന് രാമകൃഷ്ണ റാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നീട് വിശ്വനാഥനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. EK നായനാർക്ക് രാം ദുലാരി സിൻഹയുമായിട്ട് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവരാരും ഇങ്ങനെ ഈ SFI-കാരെ വഴിയിലിറക്കി ഗവർണറെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ കരിങ്കൂടി കാണിക്കുക, കേരളത്തിലെ കലാലയങ്ങളിൽ മുഴുവനും ഗവർണറുടെ വാപ്പയ്ക്കും മൂത്താപ്പയ്ക്കും ഒക്കെ തെറി വിളിക്കുക, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗവർണർ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിക്കുകയാണ് നല്ലത്. ഇനി മുഖ്യമന്ത്രി വേണമെങ്കിൽ പ്രത്യേക ആക്ഷൻ വല്ലതുണ്ടെങ്കിൽ അത് കാണിക്കാം. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പിണറായി വിജയൻ ആരാണെന്നുള്ള കാര്യം ആരിഫ് ഖാൻ അറിയില്ല എന്ന്. ആരിഫ് ഖാൻ ആരാണെന്നുള്ള കാര്യം പിണറായി വിജയനും അറിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പിണറായി വിജയൻ അദ്ദേഹത്തിന് അറിയാവുന്ന ബ്രണ്ണൻകുളയിലെ ട്രിക്കുകളാണ് പയറ്റിയത്. ആരിഫ് ഖാൻ ആരാ മോൻ? പുള്ളി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. പിണറായി വിജയൻ ഈ കശുവണ്ടി കളിച്ച് നടക്കുന്ന പ്രായത്തിൽ കേന്ദ്രമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ വക അഭ്യാസമൊക്കെ എടുക്കുന്നത്. നല്ല കാര്യമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.